ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ആത്മാഭിമാനത്തിനേറ്റ പ്രഹരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഒരു ശരാശരി സംഖ്യയെ സംബന്ധിച്ച് അത് അങ്ങനെ ആകണമെന്നില്ല. ഈ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന രാജ്യസ്നേഹം എത്രമേൽ വ്യാജമാണെന്ന് ഇതിനോടകം എത്രയോ സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടതാ. അതിന് നമ്മൾ അധികം ഉദാഹരണങ്ങൾ തേടി അലയേണ്ടതില്ല. സംഘപരിവാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈദ്ധാന്തികനായ ഗോൾവാൾക്കർ സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പറഞ്ഞത് എന്താ? നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഊർജം പാഴാക്കരുത്. ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ പോരാടാനുള്ളത് നമ്മുടെ ഊർജം എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ യഥാർത്ഥ അനുയായിയായ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ വിദേശകാര്യെ സംബന്ധിച്ച്, മന്ത്രിയെ സംബന്ധിച്ച് അമേരിക്കക്കെതിരെ അവർ ഊർജം പാഴാക്കില്ല എന്നതിൽ അത്ഭുതമില്ല. ഇന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രി സംസാരിച്ചത് ഇവിടെ സംസാരിച്ച ഷാബു പ്രസാദിന്റെ ഭാഷയിലാ. അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയാണോ അദ്ദേഹം എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഇവിടെ ഒരു രാജ്യം അപമാനിക്കപ്പെടുകയാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമില്ലാത്തത്? ഇപ്പോൾ ബഹുമാന്യനായ ശ്രീനിവാസൻ സാർ അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ഡിപ്ലോമസിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും. അദ്ദേഹം പറയുന്നത് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു, അതങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഈ സംഭവം ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പോലും ഇത് സംഭവിച്ചതിന് ശേഷവും ഇവിടുത്തെ വിദേശകാര്യമന്ത്രി വളരെ ശക്തമായി അതിനെ അപലപിക്കാൻ തയ്യാറാകുന്നില്ല എന്നിടത്താണ് നമ്മുടെ ആത്മാഭിമാനത്തിനത് പോറലേൽക്കുന്നത്. ഇപ്പൊ പഞ്ചാബിലേക്കാണ് ഇവർ പറഞ്ഞയച്ചിരിക്കുന്നത്. പഞ്ചാബിന്റെ ചരിത്രം നമുക്കറിയില്ലാമല്ലോ. ഗദ്ദർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ പോയി പഞ്ചാബികൾ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ സമരം ചെയ്ത ഗദ്ദർ പാർട്ടിയുടെ അടക്കം ചരിത്രമുള്ള പഞ്ചാബിന്റെ പോരാട്ടങ്ങൾ കൂടിയാണ് ഇന്ന് പഞ്ചാബിന്റെ മണ്ണിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. സംഘപരിവാറിനെ സംബന്ധിച്ചതൊന്നും അത്ഭുതമില്ല, സാബു പ്രസാദിനെ സംബന്ധിച്ചതിൽ പ്രശ്നമില്ല. പക്ഷേ രാജ്യസ്നേഹമുള്ള ഓരോ ഭാരതീയനെ സംബന്ധിച്ചും ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഇത് അപമാനിക്കപ്പെട്ട ദിവസമാണ്. എല്ലാ കാലത്തും ഇത്തരം ദേശീയത പറയുകയും എന്നാൽ യഥാർത്ഥ കാര്യങ്ങളോട് അടുക്കുമ്പോൾ BJP പ്രദർശിപ്പിച്ചിട്ടുള്ള എന്താ? കാർഗിലിലെ ശവപ്പെട്ടി കുംഭകോണം നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? എത്രമേൽ വ്യാജമായ ദേശീയതയിലാണ് ഇവർ അഭിരമിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണിത്. ഗോൾവാൾക്കറുടെ അനുയായികൾ ഗോൾവാൾക്കറുടെ സിദ്ധാന്തം നടപ്പിലാക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒരു വിദേശ രാജ്യം ഇന്ത്യയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്താൽ അത് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ച് ശത്രുക്കൾ എന്ന് പറയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, ജയശങ്കറിനെ സംബന്ധിച്ച് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്താ. ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും നമുക്കറിയാം തീവ്ര വംശീയതയുടെ കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തെക്കുറിച്ച് അഭിമാനബോധം അവശേഷിക്കുന്ന, അഭിമാനബോധം വെച്ചു പുലർത്തുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ്. ഇത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. ഇവിടെ അവരുടെ കൈയും കാലും ബന്ധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ബന്ധനസ്ഥനായി നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. ഏതെങ്കിലും ആ പോയിന്റിനോട് യോജിക്കുമ്പോൾ തന്നെ ഈ പോയ ആളുകൾ ഇന്ത്യയുടെ അഭിമാനത്തെ മുറിവേൽപ്പിച്ച് ഇന്ത്യയെ വിട്ടെറിഞ്ഞു പോയവർ, പാസ്പോർട്ട് ഉപേക്ഷിച്ച് പോയവർ, അവർക്ക് ചിലപ്പോൾ പല കെടുതികളും അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു പോയിന്റ് കൂടി ഈ സർക്കാർ അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുകയാണ്.